guys, so what is OCD? ചുമ്മാ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുള്ള ഒരു ഒബ്സഷൻ ആണോ OCD? ശരിയാണ്, ഒരു സാധനം നമുക്കത് വൃത്തിയായി തോന്നുന്നില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ കൈകൾ വൃത്തിയായി എനിക്ക് തോന്നുന്നില്ലെങ്കിൽ എനിക്കൊന്ന് പോയി വേണമെങ്കിൽ കഴുകാം. പക്ഷേ കഴുകി കഴിഞ്ഞിട്ടും തിരിച്ചു വന്ന് നോക്കുമ്പോൾ എൻ്റെ കൈകൾ വീണ്ടും വൃത്തിയല്ല എന്ന് തോന്നുന്നത് ഈസ് ദ ഒബ്സഷൻ. ആൻഡ് ദാറ്റ്സ് നോട്ട് ദ സ്കെയറി പാർട്ട്. ദ മോസ്റ്റ് സ്കെയറി പാർട്ട് ഈസ് എനിക്ക് ഇനിയും വീണ്ടും പോയി കൈ കഴുകണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കമ്പൽഷൻ ഇല്ലേ, അതായത് ഒരു ബിഹേവിയർ, ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പൽഷൻ. അവിടെയാണ് നമുക്കൊരു സ്ട്രഗിൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് നമ്മൾ വീടൊക്കെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തോ എന്നുള്ളൊരു തോട്ട്. യെസ്, ആ ഓഫ് ചെയ്തോ എന്നുള്ളൊരു ഒബ്സഷൻ ഉണ്ട്. യെസ്, അത് കഴിഞ്ഞിട്ട് പോയി സ്റ്റൗ ഓഫ് ചെയ്തോ എന്ന് തിരിച്ചു പോയി നോക്കാനുള്ള ഒരു കമ്പൽഷൻ നിങ്ങൾക്ക് വരുന്നു. അവിടെയാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നത്. നമ്മൾ തിരിച്ചു പോയി വീണ്ടും വന്ന് ചെക്ക് ചെയ്യുന്നു, സ്റ്റൗ ഓഫ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് തോന്നുകയാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തോ, ഒന്ന് പോയി നോക്കട്ടെ എന്നുള്ള ആ ഒരു കമ്പൽഷൻ. ഓർ നമ്മൾ വീട് പൂട്ടി ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട് ലോക്ക് ചെയ്തോ എന്ന് വന്ന് നോക്കാനുള്ള ഒരു കമ്പൽഷൻ. ഹൗ സ്കെയറി ഇറ്റ് ഈസ്. ഇതുപോലെ തന്നെ കയ്യിൽ ജേംസ് ഉണ്ടോ എന്നുള്ളൊരു സംശയം. നമ്മൾ പോയി കൈ കഴുകുന്നു, കൈ വൃത്തിയാക്കുന്നു, തിരിച്ചു വരുന്നു. അതിനുശേഷവും എൻ്റെ കൈകളിലേക്ക് നോക്കുമ്പം എനിക്ക് വീണ്ടും സെയിം എമൗണ്ട് ഓഫ് ജേംസിനെ കാണുകയാണ്. ആൻഡ് വീണ്ടും പോയി കൈ കഴുകാൻ വരുന്ന ഒരു കമ്പൽഷൻ ഇല്ലേ. കൈകൾ വൃത്തികേടായി കെമിക്കൽ ആ ഒരു റിയാക്ഷൻ കൊണ്ട് കൈകളിൽ നമുക്ക് ഒത്തിരി പാടുകൾ വരെ കാണാൻ തുടങ്ങി. പക്ഷെ സ്റ്റിൽ വീണ്ടും പോയി കൈ കഴുകാനുള്ള ഒരു കമ്പൽഷൻ. ആ ഒരു കമ്പൽഷൻ പ്ലസ് ഒബ്സഷൻ ചേരുമ്പോഴാണ് അത് റിയൽ OCD എന്ന് നമ്മൾ പറയുന്നത്. ഈ സിംറ്റംസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ OCD ആയി ഡയഗ്നോസ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ നാച്ചുറലി എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത് വെക്കാനുള്ള ഒരു ടെൻഡൻസിനെ നമുക്ക് OCD എന്ന് പറയാൻ പറ്റില്ല. കാരണം OCD അനുഭവിക്കുന്നവർ ഒരു കൈൻഡ് ഓഫ് ദേ ആർ ഗോയിങ് ത്രൂ എ ബാറ്റിൽ വിച്ച് ദേ ആർ ഫൈറ്റിംഗ് ഓൺ ദെയർ ഓൺ. എല്ലാ ദിവസവും അവരുടെ ലൈഫിൽ എത്ര ഹാപ്പി മൊമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ അവരൊരു പാർട്ടി അറ്റൻഡ് ചെയ്യുകയാണ്, ആ പാർട്ടിയിൽ ഒത്തിരി ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അവിടെ നിൽക്കുമ്പോഴും ഒരു ക്ലെൻലിനെസ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഓർഡറിലല്ല നിൽക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഒബ്സെഷനും പ്ലസ് അതിനെതിരെ ആക്ട് ചെയ്യാനുള്ള ഒരു കമ്പൽഷനും വരുമ്പോൾ അവർക്ക് എത്രത്തോളം ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. നമ്മളെപ്പോലെ ഒരു 100% അവർക്ക് ആ ഒരു ഹാപ്പിനെസ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻ റിയൽ വേൾഡ്, ഇൻ റിയൽ ലൈഫ് OCD ഗോ ത്രൂ ചെയ്യുന്ന ആൾക്കാർക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന ആ ഒരു ഇഷ്യൂസ് വളരെ 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 ഇൻറ്റൻസിറ്റി ഉള്ളതാണ്. നമുക്ക് OCD ഉള്ള ഒരാളെ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ ആ ഒരു ഇഷ്യൂവിനെ സില്ലിയായി കാണാതിരിക്കുക. അല്ലെങ്കിൽ ചെറിയൊരു കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ ഉള്ള ആൾക്കാരെ OCD എന്ന് നമ്മൾ പറയാതിരിക്കുക. കാരണം നമ്മൾ റിയൽ OCD ഉള്ള ആൾക്കാരെ അവരുടെ ആ ഇഷ്യൂസിനെ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ അപ്പോൾ സപ്രസ് ചെയ്യാണ് വെക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം റിയൽ ആയിട്ട് ആ ഒരു സ്ട്രഗിൾ ഫീൽ ചെയ്യുന്ന ഒരാൾ ശരിക്കും ഓപ്പൺ അപ്പ് ചെയ്യുമോ? അവർക്ക് OCD ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഇഷ്യൂസ് ഉണ്ടെന്ന് മറ്റൊരാളോട് പറയാൻ തന്നെ ബുദ്ധിമുട്ടല്ലേ. കാരണം എന്താ, വൃത്തിയാക്കുന്ന എല്ലാവരെയും OCD എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ആ റിയൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ നമ്മൾ കാണാതിരിക്കുകയാണ് ചെയ്യുന്നത്. യെസ്, സോ ഗൈസ്, ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരാൾക്കോ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സിംറ്റംസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ആൻസൈറ്റിയിലൂടെ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേതൊരു ആൻസൈറ്റി പോലെ തന്നെയാണ് ഈ പറയുന്ന OCD. അവരെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആക്ച്വലി അവർക്ക് ആ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും വലിയ കാര്യം. കാരണം ഇത് ഡെഫിനറ്റ്ലി മാനേജബിൾ ആണ്, ട്രീറ്റബിൾ ആണ്. ഒത്തിരി സൈക്കോതെറാപ്പീസ്, ഒത്തിരി കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പീസ് എല്ലാം അവൈലബിൾ ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനോ സൈക്യാട്രിസ്റ്റിനോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഷെയർ ദ വീഡിയോ. ഇനി OCDനെ പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. സോ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓർ എൽസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ പറ്റി, ലൈക്ക് ഫോർ എക്സാമ്പിൾ പേഴ്സണാലിറ്റി ഇഷ്യൂസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ just let me know. I'll try to speak about it. സോക്സ്